അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നത് പ്രധാനമായിട്ട് നിങ്ങളൊരു കളം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് എന്നോട് പല ആളുകളും അനവധി ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്. വൗക്ക പണിയില്ല, ഭയങ്കര പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, എവിടെ അന്വേഷിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, അതുപോലെ തന്നെ കടമാണ്, പലതരത്തിലുള്ള മനപ്രയാസങ്ങളുമാണ്. നമ്മളെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞാൽ പൊതുവെ എല്ലാ നിലക്കും പ്രയാസമാണല്ലോ. പിന്നെ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, പൈസ ഇല്ലെങ്കിലോ ആരും ഉണ്ടാവില്ല. കൂട്ടത്തിൽ പിന്നെ കുറച്ച് കടം കൂടി ആയി കഴിഞ്ഞാലോ പിന്നെ ആ കഥ പറയും വേണ്ട. പിന്നെ കണ്ടോല് പോലും മുണ്ടിയോല് പോലും മുണ്ടൂല, ആ അവസ്ഥയിലാവും. കാരണം എന്താ വെച്ചാൽ ഓൻ കടക്കാരനാണ്, ഇനി നമ്മളെ കണ്ടാൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയിട്ട് അധികം ആളും അടുപ്പമില്ലാതെ പോകും. അപ്പോൾ ആ തരത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ചെയ്യുക വാക്കോ, ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും. ഇപ്പം ഇന്നലെ പോലും എനിക്ക് ഒരാൾ വിളിച്ചിട്ട് പിന്നെ സംസാരിച്ചത് എന്നോട്, പണിയില്ലാതെ ഭയങ്കര വിഷമത്തിലാണ്, കടങ്ങളുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ഞാൻ വലിയ എന്തോ കഴിവുള്ള ഒരാളോ ദൈവികമായ ശക്തിയുള്ള ആളോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും പലതരത്തിലുള്ള മനപ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാൽ എനിക്ക് പല നിലക്കും സമാധാനവും എല്ലാ നിലക്കും സന്തോഷവും കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു വിശ്വാസം വേണം. അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ആ ഒരു വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങണം എന്ത് കാര്യത്തിനും. അപ്പം നമുക്കൊരു പണിയില്ല, ജോലി കിട്ടുന്നില്ല എന്ന് കരുതി നമ്മൾ വിഷമിച്ചിരിക്കരുത്. ഒരു പ്രാവശ്യം പോയാൽ നടക്കൂല, ചിലപ്പോൾ 10 പ്രാവശ്യം പോയാലും നടക്കൂല. വീണ്ടും നമ്മൾ പോകണം, മനസ്സിലായോ? വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കണം, അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് നമ്മൾ പോയി ചോദിച്ച ആളോട് നമ്മൾ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും പോയി ചോദിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ചിലപ്പം അയാൾക്ക് ഒരു പണി നമുക്ക് തരാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒരു ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയി ചോദിക്കുക. ആ സമയത്ത് ചിലപ്പോൾ ഒരു ചാൻസ് വന്നാലോ, അപ്പോൾ പറയും ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നാളെ മുതൽക്ക് നീ വന്നോന്ന് പറയും. അപ്പൊ എപ്പോഴാണ് നമുക്കിത് ചാൻസ് കിട്ടുന്നത്, എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്, എപ്പോഴാണ് നമ്മളെ പ്രശ്നങ്ങൾ തീരുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒന്നും നമ്മൾ മടുപ്പ് നമുക്ക് തോന്നരുത്. നമ്മുടെ വിഷമങ്ങൾ തീരുന്നത് എപ്പോഴാണ്, നമ്മുടെ പ്രയാസം തീരുന്നത് എപ്പോഴാണ്, നമുക്കൊരു നന്മ വന്ന് ചേരുന്നത് എപ്പോഴാണ്, നമുക്കൊരു ജോലി കിട്ടുന്നത് എപ്പോഴാണ്, നമ്മുടെ കയ്യിൽ പണം വന്ന് ചേരുന്നത് എപ്പോഴാണ്, നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു വിശ്വാസം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം അതാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ത് കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ യാതൊരു പുരോഗമനവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതിനേക്കാളും നല്ല ശമ്പളം കിട്ടുന്നതും നല്ല ജോലിയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറി ചിന്തിക്കണം. കാരണം അത്രയും കാലം നമ്മൾ ആ ജോലി എടുത്തിട്ട് ഒരു പുരോഗമനം ഇല്ലാച്ചെങ്കിൽ പിന്നെ നമ്മൾ മാറി ചിന്തിക്കണ്ടേ? അപ്പൊ നമ്മൾ മാറി ചിന്തിക്കുമ്പോഴേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിതൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 55 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഒരാൾക്ക് ഒരു പൈസ പോലും കൊടുക്കാനില്ല, ഞാൻ ആരൊന്നും കടം വാങ്ങാറുമില്ല. എന്നാൽ എനിക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ മക്കളാവട്ടെ, അവർക്കും അത്യാവശ്യം ജോലിയുണ്ട്. അപ്പം അവരും ജോലി അന്വേഷിച്ച് കുറെ നടക്കേണ്ടി വന്നിട്ടില്ല. കാരണം അതിനൊക്കെ ഉള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു വിശ്വാസം നമുക്ക് വേണം എന്ത് കാര്യത്തിലും. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എന്തെങ്കിലും പറയുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇതിൽ പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ്, വൗക്ക എന്താ ചെയ്യുക. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യം എന്താ വെച്ചാല്,
അതിന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കളം ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആ കളം വരച്ചിട്ട് അത് സൂക്ഷിച്ച് നമ്മളെ ശരീരത്തിലോ കയ്യിലോ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ശരിയോ എന്ന് കരുതി വിചാരിച്ച് നിന്നാ പോരാ. അതിന്റെ പിന്നിൽ നമ്മൾ നന്നായി പരിശ്രമിക്കും വേണം. മനസ്സിലായോ? അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ബാവുക്ക എന്താണ് നമ്മൾ ചെല്ലേണ്ടത്, എന്താണ് മന്ത്രം, എന്താണ് പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താ അറിയോ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് പ്രകാരമുള്ള ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായി വിളിക്കണം. അത് ആത്മാർത്ഥമായിട്ട് വിളിക്കണം. ആ ആത്മാർത്ഥതക്കാണ് ഇതിനൊക്കെ ഫലം കാണുക. നമ്മൾ വെറുതെ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താൽ പോരാ. നമ്മുടെ ഹൃദയത്തിൽ അതിനൊരു ആത്മാർത്ഥത വേണം. അതായത് നമ്മൾ രണ്ട് കണ്ണും അടച്ചു പിടിച്ചാൽ നമുക്ക് ഒരു മൂന്നാം കണ്ണ് തുറക്കാനുണ്ട്. ആ മൂന്നാം കണ്ണ് ഏകദേശം ഈ ലെവലിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അത് നമ്മൾ രണ്ട് കണ്ണും അടച്ചു പിടിച്ചിട്ട് നമ്മൾ ആ ഒരു മനസ്സിൽ നിന്ന് കണ്ണ് തുറക്കണം. മനസ്സുന്നുണ്ടൊരു കണ്ണ് തുറക്കാൻ. ആ കണ്ണ് തുറന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. ആത്മാർത്ഥമായി നമ്മുടെ സൃഷ്ടാവിനെ സ്മരിക്കണം. സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവനാമം വിളിക്കുക, ദിക്ർ ചെല്ലുക, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതിന് ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അതായത് ഇത് എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാണ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ അന്ന് മുതൽക്കത് പഠിച്ച് മനസ്സിലാക്കി. അന്ന് മുതൽ ഞാൻ അതിന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും കൃത്യമായിട്ട് ഞങ്ങളോട് പറയാൻ കാരണം. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 100 നാമങ്ങൾ, അള്ളാഹു എന്ന വാക്കും കൂടി ചേർത്തിട്ട് 100 നാമങ്ങൾ, അത് നമ്മൾ ചൊല്ലുക. ഇനി അത് അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? അള്ളാഹ് എന്ന് വിളിച്ചാലും മതി. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര്, അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് വിളിച്ചാൽ മതി. അതൊരു 100 പ്രാവശ്യം വിളിക്കുക. അങ്ങനെ ഒരു 11 പ്രാവശ്യം രാവിലെ ആവർത്തിക്കുക. അതുപോലെ അങ്ങനെ ഒരു 11 പ്രാവശ്യം വൈകിട്ടും ആവർത്തിക്കുക. രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റിട്ട് ഇരുന്നിട്ട് നമ്മൾ ചൊല്ലുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പോവുക, ഇറങ്ങി പുറപ്പെടുക. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി തീരണേ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് മടുപ്പ് തോന്നും. ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ കാര്യമൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും. അങ്ങനെ മടുപ്പ് തോന്നാൻ പാടില്ല. കാരണം ദൈവം നമ്മൾ കൊടുത്തിട്ട് തരുന്നതല്ല. ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമുക്ക് തരുന്നതൊക്കെ, ഔദാര്യാണ് നമുക്ക് തരുന്നതൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചോദിച്ച് നാളെ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് പരിഭവം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അത് എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്നും നമ്മൾ ദൈവത്തെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അതുപോലെ വൈകിട്ട് നമ്മൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു 100 പ്രാവശ്യം വെച്ചിട്ട് ഒരു 11 പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലിട്ട് നമ്മൾ കിടക്കുക. ഇനിയിപ്പോ ചില ആൾക്കാർ ചോദിക്കും, നമുക്ക് ചെല്ലാൻ പറ്റില്ല, നമ്മൾ വേറെ ജാതിയാണ്, മതമാണ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ പറയുന്നത് നമ്മുടെ ഇഷ്ടമുള്ള ദൈവനാമം വിളിക്കുക എന്നാണ്. അത് ദൈവനാമം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാന്ന് വിളിക്കുന്നതും മറ്റുള്ളവർ മറ്റേ പേര് വിളിക്കുന്നതും ഒക്കെ സത്യത്തില് ഒക്കെ ഒന്നാണ്. അത് അറിവില്ലാത്ത ആളുകള്, അല്പം അറിവുള്ള ആളുകള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ജാതിയും മതങ്ങളും ഒക്കെ ആയി തീർന്നത്. മനസ്സിലായോ? നമ്മളെല്ലാവരും വിളിക്കുന്നത് ഒരു സൃഷ്ടാവിനാണ്. എല്ലാറ്റിനും പരിഹാരം തരുന്നത് ഒരു സൃഷ്ടാവാണ്. പക്ഷെ പേരുകൾക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് വിളിക്കും, ഒരു അള്ളാന്റെ 100 നാമങ്ങളിൽ ഒരു പേരാണ് അൽ മൂമിനീൻ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അഭയം നൽകുന്നവൻ എന്നാണ്. എന്നാൽ ഇതുപോലെ അമുസ്ലിമീങ്ങള് വിളിക്കുന്ന കുറെ ദൈവനാമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് നാരായണ. അങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. പക്ഷെ ആ നാരായണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഭയം നൽകുന്നവൻ എന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ അറബിയിൽ ഒരു പേരുണ്ട് അൽ ഖാദിർ. എല്ലാറ്റിനും കഴിവുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതേപോലെ തന്നെ വിശ്വദക്ഷിണ ഉള്ള പേര്, ആ പേരിന്റെ അർത്ഥവും എല്ലാറ്റിനും കഴിവുള്ളവൻ എന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ 100 നാമങ്ങൾ എടുത്തുകാണ്ട് അതിന്റെ അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിലും, മറ്റു അതുപോലെ പല ദൈവങ്ങളുടെ പേരെടുത്തുകാണ്ട് അതിന്റെ അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിലും, ഇതൊക്കെ അർത്ഥങ്ങൾ ഏകദേശം ശരിയായിട്ടാണ് വരിക.
മനസ്സിലായോ? ഞാനങ്ങനെ മനസ്സിലാക്കി കേട്ടോ. ലോകത്തിന്റെ നാനാഭാഗത്ത് പല ജാതികളും ഉണ്ട്. 12,000 മതങ്ങളുണ്ട് എന്നാ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും ചെല്ലുന്നത് അവസാനം ഒരു ദൈവത്തിലേക്കാണ്. ആ ദൈവത്തിന് വിളിക്കുന്ന പേരുകൾ പല തരത്തിലാണ്. അതിന്റെ അർത്ഥങ്ങൾ ഒന്നാണ്. അപ്പൊ അർത്ഥം അറിയാത്ത കുഴപ്പമാണ് ഇപ്പത്. കാരണം പണ്ടൊക്കെ ഖുർആന്റെ അർത്ഥം പഠിക്കരുത് എന്ന് പറഞ്ഞിനി. ഖുർആന് അർത്ഥം മലയാളത്തിലുള്ള അർത്ഥമൊന്നും പണ്ടൊന്നും ആർക്കും അറിയില്ല. ഇനി പിന്നീടാണ് മലയാളത്തിലെ അർത്ഥങ്ങളൊക്കെ വന്ന് കുറെ അർത്ഥങ്ങളൊക്കെ ആളുകൾ പഠിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ സംസ്കൃതം മലയാളത്തിൽ അത് തർജ്ജമ ചെയ്തിട്ടില്ല ഇനി പണ്ടൊന്നും. പിന്നീട് സംസ്കൃതത്തിന്റെയും മലയാളം അർത്ഥം വന്നപ്പോൾ ഏകദേശം ആളുകൾക്കൊക്കെ എന്തായി, കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. മനസ്സിലായോ? അപ്പം ഇതിന്റെ അർത്ഥം അറിയാത്ത കുഴപ്പമാണ് ഈ ആളുകൾക്കൊക്കെ പറ്റുന്ന പ്രയാസങ്ങൾ. നമ്മുടെ മതം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരു ദൈവത്തെയാണ്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവത്തിന്റെ നാമം നമ്മൾ ആവർത്തിച്ച് വിളിക്കുക. അതിനൊരു കണക്ക് വെക്കുക. 101 പ്രാവശ്യം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങി ഞാൻ ചൊല്ലും. അതെന്താ? അതിന് എന്തെങ്കിലും കിട്ടിയിട്ടല്ല ചെല്ലണത്. നമ്മൾ അതങ്ങനെ ചെയ്തു പോണ ഒരു കാര്യമാണ്. നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ആ ദൈവത്തെ സ്മരിക്കുന്നു, ആ ദൈവം നമ്മെ രക്ഷിക്കും, നമ്മളൊരു പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. അതിന്റെ പേരിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നമ്മളിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പം അസ്മാഉൽ ഹുസ്ന ഞാൻ ചെല്ലുന്ന ഒരു രീതിയിൽ ഞാനൊന്ന് ചൊല്ലിത്തരാം. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അറിയാവുന്നവർ അങ്ങനെ ചെല്ലുക, അല്ലാത്തവര് ഒരു നാമം അറിയാവുന്നത് അങ്ങനെയും ചെല്ലുക ഒക്കെ ചെയ്യുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും ദൈവത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സ് ശുദ്ധമാക്കണം. എന്നിട്ട് നമുക്ക് കണ്ണ് തുറന്നിട്ടോ കണ്ണടച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ മനസ്സെന്താവണം? ആ ഒരു ദൃഢമായ ആ ഒരു ഇതിലേക്ക് തന്നെ നിർത്തണം. പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളൊരു പ്രയാസത്തിലും പെടുത്തരുത്. നമ്മളെല്ലാ നിലക്കും നമുക്ക് സംരക്ഷണം നൽകും എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അസ്മാഉൽ ഹുസ്ന എങ്ങനെ ചെല്ലാൻ നോക്കുക. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഹാലിക് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹാർ യാ വഹാബ് യാ റസാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത് യാ ഖാഫിൽ യാ റാഫി യാ മുഈസ് യാ മുദിൽ യാ സമീർ യാ ബസീർ യാ ഹകം യാ അദൽ യാ ലത്തീഫ് യാ ഹബീർ യാ അലീം യാ അളീം യാ ഗഫൂർ യാ സകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ മുജീബ് യാ വാസി യാ ഹകീം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ശഹീദ് യാ ഹഖ് യാ വക്കീൽ യാ ഖവിയ്യ് യാ മതീൻ യാ വലി യാ ഹമീദ് യാ മുഹയ്യ് യാ മുമീത് യാ ഹയ്യ് യാ ഖയ്യൂം യാ വാജിദ് യാ മാജിദ് യാ വാഹിദ് യാ അഹദ് യാ സമദ് യാ ഖാദിർ യാ മുഖ്തദിർ യാ മുഖദ്ദിം യാ മാഹിർ യാ അവ്വൽ യാ ആഖിർ യാ ലാഹിർ യാ ബാത്തിൻ യാ വാലി യാ മുതാലി യാ ബാറു യാ തവ്വാബ് യാ മുൻതഖിം യാ അഫൂ യാ റഊഫ് യാ മാലികൽ മൽക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത് യാ ജാമി യാ അനി യാ മോനി യാ മാനി യാ ലാറു യാ നാഫി യാ നൂറു യാ ഹാദി യാ ബദിയു യാ ബാക്കി യാ വാരിസ് യാ റസീദ് യാ സബൂർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാൻ ഇങ്ങനെയാണ് ചെല്ലല്. അപ്പൊ ഇത് 1 മിനിറ്റ് സമയം പോലും വേണ്ട ഇങ്ങനെ ഒരു ആവർത്തി ചെല്ലാൻ. ഇങ്ങനെ നമ്മളൊരു 11 പ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കുന്നതിന്റെ മുമ്പേ അതുപോലെ ഒരു 11 പ്രാവശ്യം നമ്മൾ ചെല്ലുക. ഏറ്റവും ചുരുങ്ങിയതാ ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരു കളം. ആ കളം നമ്മൾ വെള്ള പേപ്പറിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി മറ്റുള്ള എന്തെങ്കിലും ഉപകരണത്തിലാണെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതി വെക്കൊക്കെ ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് ശുദ്ധമായ വെള്ള പേപ്പറിൽ നീല മഷിയിൽ അത് എഴുതിയിട്ട് പിന്നെ കൃത്യമായിട്ട് കളം വരച്ച് എഴുതിയിട്ട് അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ പേഴ്സിലോ എന്തെങ്കിലും സൂക്ഷിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അറിയോ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പരിശ്രമിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ
പ്രയാസങ്ങളും വിഷമങ്ങളും തീരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ കടങ്ങളൊക്കെ സാവധാനത്തിൽ വീട്ടിലെടുക്കുക. കടത്തിനെ കുറിച്ച് ആകെ പരിഭ്രാന്തിയായിട്ട് ദുഃഖിക്കരുത്, വിഷമിക്കരുത്. അതൊക്കെ നമുക്ക് സമാധാനത്തിൽ വീട്ടാം. ആദ്യം വേണ്ടത് നമുക്കൊരു ജോലിയാണ്. മനസ്സിലായോ? കടങ്ങളൊക്കെ ഒരുപാട് ലക്ഷങ്ങളും കോടികളും കടമുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് കരുതിയിട്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ജോലി, ആദ്യം ഒരു ജോലി തരപ്പെടുത്തുക. ഒരു ബിസിനസ്സോ ജോലി എന്തെങ്കിലും ചെറുതെങ്കിലും നമ്മൾ തുടങ്ങി വെക്കുക. എന്നിട്ട് സമാധാനത്തിൽ നമ്മൾ കടം വീട്ടാൻ നോക്കുക. അപ്പം ഇത് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിയുന്നവർ ചെയ്താൽ മതി, എടുക്കുന്നവർ എടുത്താൽ മതി. ആരെയും ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കാര്യമല്ല. ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യം ആയതുകൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു എല്ലാവർക്കും നീമത്തും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരട്ടെ. അതുപോലെ തന്നെ എഴുതേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ആ കളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ആ ദിവസം ചെയ്യുന്നതും ആ സമയത്ത് ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ അതുപോലെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് പോലെ ആയിരിക്കും എന്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. കാരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം മുമ്പ് ഇതുപോലെ നല്ലൊരു ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ട് അത് നിന്ന് പോയതാണ്. അപ്പൊ ഇനിയിപ്പോ പുതിയ തുടങ്ങിയ ചാനൽ ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ അല്ലാച്ചെങ്കിൽ ഞാൻ ചെയ്യൂല. അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.